നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനം യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 22ാമത്തെ ക്ലാസ്സിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. 5-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങളെ ആധാരമാക്കി ഒടുക്കത്തെ നാളിൽ നടക്കുന്ന പുനരുത്ഥാനത്തെ കുറിച്ച്, നീതിമാന്മാരുടെ നീതികെട്ടവരുടെ പുനരുത്ഥാനം ഉണ്ടാകും, കല്ലറകളിലുള്ള എല്ലാവരും ദൈവത്തിന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാൻ നാഴിക വരുന്നു എന്ന കർത്താവ് അരുളി ചെയ്തത്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് ശേഷം, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് അനന്തരമായി 1000 ആണ്ട് യേശു കർത്താവും മണവാട്ടി സഭയും ദൈവമക്കളും കൂടി വിശുദ്ധന്മാരും കൂടി ലോകത്തിൽ ഭരിച്ചതിന് ശേഷം ഒടുക്കത്തെ നാളിൽ നടക്കുന്ന പുനരുത്ഥാനത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവവചനത്തിൽ നാം ഉടനീളം പഠിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ പ്രത്യേകമായിട്ട് നിത്യജീവനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് കാര്യങ്ങളെ വെളിപ്പെടുത്തിയത്. അടിസ്ഥാനം ഇട്ട് വേണം പഠിപ്പിച്ചു പോകാനായിട്ട്. ആദ്യമേ മണവാട്ടി സഭയെ കുറിച്ചോ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കാതെ എന്താണ് നിത്യജീവൻ എന്നുള്ളതിനെ കുറിച്ചാണ് സുവിശേഷങ്ങളിൽ ആധികാരികമായി യേശു കർത്താവ് സംസാരിച്ചത്. എന്നാൽ അതിനോടനുബന്ധമായിട്ട് കർത്താവ് സഭയെക്കുറിച്ചും സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്നവരെ കുറിച്ചുമുള്ള പഠിപ്പിക്കലുകൾ തുടർമാനമായി ഉള്ള അധ്യായങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കിയത് നിത്യജീവൻ അഥവാ 30 മേനി വിളയുന്നവരെ കുറിച്ചാണ് ഈ നിത്യജീവനുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മൾ യോഗ്യരായി തീർന്നു. ഈ ഒരു നിലവാരത്തിലാണ് ലോകത്തുനിന്ന് നാം മാറ്റപ്പെടുന്നതെങ്കിൽ ഈ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിലോ മറ്റു നടക്കുന്ന പുനരുത്ഥാനങ്ങളൊന്നും പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് നടക്കുന്ന ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിലെ ജീവോസ്തിൽ പേരുള്ള നിത്യജീവന യോഗ്യരായിട്ടുള്ള പുനരുത്ഥാനം പ്രാപിക്കുകയുള്ളൂ എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ലോകസ്ഥാപനം മുതൽ ഒടുക്കത്തെ നാൾ വരെ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ജീവപുസ്തകം. ജീവന്റെ പുസ്തകം തുറക്കപ്പെടുന്നത് അത് ഒടുക്കത്തെ നാളിലാണ്. എഴുതി തുടങ്ങിയത് ലോക സ്ഥാപനത്തിലാണ്. ലോകസ്ഥാപനത്തിൽ എഴുതി തുടങ്ങിയതോടെ ആദമിന്റെയും ഹവ്വയുടെയും പേരാണ് ആദ്യമായിട്ട് എഴുതിയത്. ആദ്യമായി പേര് മായ്ക്കപ്പെട്ടത് ലോകാരംഭത്തിലാണ്. ലോകാരംഭത്തിൽ മനുഷ്യൻ പാപത്തെ അടിമയായപ്പോൾ, തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തോടെ പേര് മായ്പാനിടയാത്തത്. ലോകാരംഭം അങ്ങനെയാണ് ആരംഭിച്ചത്. ദൈവദേശത്തുള്ളവർക്ക് വംശവർദ്ധനമില്ല. എന്നാൽ ഈ ലോകാരംഭം എന്ന് പറയുമ്പോൾ മനുഷ്യജാതി ഉത്ഭവിച്ചത് തേജസ് നഷ്ടപ്പെട്ട പാപത്തിന്റെ തലമുറകളാണ് ആളുകളോട് ജനിക്കപ്പെടുവാൻ ഇടയാക്കുന്നത്. എന്നാൽ പുതിയ ആകാശ പുതിയഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ അന്ന് ഭൗമിക തേജസ് പ്രാപിക്കുന്ന ദൂതതുല്യരായി പ്രവേശിക്കപ്പെടുകയും പൊതുവാന ഭൂമിയിൽ ജനസംഖ്യ വർധനവില്ല. അന്ന് ജനനവും മരണവുമില്ല. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ ജനനവും മരണവും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ യേശയ്യാവിന്റെ പ്രവചനം 65-ാം അധ്യായത്തെ ആധാരമാക്കി ചിന്തിപ്പാനിടയാത്തത്. ഇനിയും അതിലേക്ക് കൂടുതലായിട്ട് ഞാൻ ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ ചിന്തിച്ചു പോയാൽ നമ്മുടെ സബ്ജക്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് അതിലേക്ക് കൂടുതലായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനോടനുബന്ധമായിട്ടുള്ള പുസ്തകം മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെയോടെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള പുസ്തകത്തിൽ മരണാനന്തര നിലകളെ കുറിച്ചും പുനരുത്ഥാന നിലകളെ കുറിച്ചുമുള്ള വളരെ വ്യക്തമായ ഒരു പഠന പരമ്പര നടത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട്. ആ പുസ്തകങ്ങൾ വായിച്ച് ഗ്രഹിക്കാൻ സാധിക്കും. അതല്ല, പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഏത് അവസരത്തിൽ വേണമെങ്കിലും ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതും ചിത്രണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ രേഖപ്പെടുത്തി, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ
ന്യായം വിധിക്കുന്നു. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് എന്റെ വിധി നീതിയുള്ളതാണ്. കഥയോടെ പറഞ്ഞപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് യേശു ക്രിസ്തു എന്ന കഴിവില്ലാത്തവൻ എന്നല്ല. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം കർത്താവ് യേശു ക്രിസ്തുവിന് ഒരു കഴിവുമില്ലാത്തവൻ എന്നല്ല. അതിന്റെ അർത്ഥം സ്നേഹത്തിൽ വസിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവ് എന്നുള്ള ബന്ധം വേർപിരിയാത്തതാണ്. അവർ ചെയ്യുന്നത് പരസ്പര പൂരിതങ്ങളാകുന്നു എന്നാണ് എന്റെ അർത്ഥം. അതല്ലാതെ യേശുവിന് കഴിവില്ല എന്നല്ല എന്റെ അർത്ഥം. യേശുവിന് സകലവും ചെയ്യാൻ കഴിയും. പക്ഷെ യേശു ചെയ്യുന്നതെല്ലാം ഈ പിതാവാം ദൈവാത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ ഉള്ള ബന്ധത്തിലായിരിക്കും ചെയ്യുന്നത്. അതല്ലാതെ അവര് ദൈവം എന്നുള്ള ശക്തി മറ്റൊന്നും ചെയ്യത്തില്ല എന്നാണ് ഇവിടെ രേഖപ്പെടുന്നത്. അത് ദൈവിക ഐക്യതയാണ് വെളിപ്പെടുത്തുന്നത്. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിതാപുത്ര പരിശുദ്ധാത്മാവ് ബന്ധമല്ലാതെ ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടല്ല ചെയ്യുന്നത്, സംയുക്തമായിട്ടുള്ളതാണ്. അതിനെക്കൊണ്ടാണ് നമ്മൾ ത്രിയേക ദൈവം അല്ലെങ്കിൽ തൃത്വം, ട്രിനിറ്റി എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ പിരിഞ്ഞ് ഒന്നും ചെയ്യത്തില്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ 39 വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് സ്വതവേ അതേ വചനം പോലെ 14 അധ്യായം 5 വാക്യത്തിൽ കർത്താവ് ദൈവസഭയുള്ള ബന്ധത്തിൽ ഇതേ വചനം കൂടെ ആവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് പിതാവിനെ പിരിഞ്ഞ് എങ്കിൽ ദൈവത്തെ പിരിഞ്ഞ് മറ്റൊന്നാം ദൈവത്തെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുപോലെ കർത്താവ് ദൈവസഭയുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് 15-5 വാക്യത്തില് 15-5 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. 15-5 വാക്യം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അത് കർത്താവിനോട് ഒന്നായി തീരുന്ന ദൈവമക്കൾക്ക് ആണത് കർത്താവ് പറഞ്ഞ അങ്ങനെ ഉപകാരമായത്. തികവ് പ്രാപിക്കുന്നവരെ കുറിച്ചാണ് വളരെ ഫലം കായ്ക്കും. ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവർ ഏക ശരീരമായിത്തീരുന്നത് പറഞ്ഞിരിക്കുന്നത്, ഒന്നായിത്തീരുന്നു. കാരണം ഒരുമയാണ്, ഐക്യതയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാ വിശ്വാസത്തിനെയും കുറിച്ചല്ല. കാരണം നമുക്ക് ദൈവത്തെ കൂടാതെ പലതും ചെയ്യാൻ കഴിയും. മനസ്സിലായി വിചാരിക്കുന്നു. ദൈവത്തെ കൂടാതെ നമ്മൾ സംസാരിക്കുന്നു, ദൈവത്തെ കൂടാതെ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നത്. കർത്താവേ ക്ഷമിക്കണമേ. ദൈവത്തെ കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ക്ഷമ ചോദിക്കേണ്ട ആവശ്യം. മനസ്സിലായി. അപ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവേ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നാം ഇരുളിനും വെളിച്ചത്തിനും ഇടയിലുള്ളതാണ്. ഈ ക്ഷമിക്കണമേ എന്നുള്ള ഒരു ചിന്ത, ഒരു ആലോചന നമ്മുടെ ഹൃദയത്തിൽ വരികയാണ്. ഇതിന്റെ അർത്ഥം നാം എപ്പോഴും ദൈവത്തിന്റെ ആത്മാവിന് അധീനരായിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തതയാണ്. എന്നാൽ ഞാനും നമ്മളും ദൈവം യേശുക്രിസ്തു തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ പിതാവിന്റെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ക്ഷമ ചോദിക്കേണ്ട ആവശ്യം, ഒരിക്കലും തമ്മിൽ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയുന്നത്. അത്രമാത്രം ഐക്യത സ്നേഹത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൽ ഒന്നായതുകൊണ്ട് ഇതാണ് ദൈവമേ ഞാൻ ചെയ്തെല്ലാം ക്ഷമിക്കണമെന്ന് യേശു പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ അറിവില്ലാതെ ചെയ്തത് എന്നോട് ക്ഷമിക്കണമെന്ന് യേശു പ്രാർത്ഥിച്ചിട്ട് കർത്താവ് പ്രാർത്ഥിച്ചത് നമുക്ക് വേണ്ടി ഇടുന്നുണ്ട്. ഇവർ ചെയ്യുന്ന അറിയായി കൊണ്ട് അവരോട് ക്ഷമിക്കണമെന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. കർത്താവ് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, നമ്മൾ സമർപ്പിക്കുന്ന പോലെ കർത്താവ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഒരുമിച്ച് ഒന്നായിട്ട് എപ്പോഴും പരസ്പര പൂരിതങ്ങളായുണ്ട്, ഐക്യതയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് എപ്പോഴും തികവുള്ളതാണ്, സ്നേഹത്തിലാണ്. നമ്മള്
എല്ലാ ദിവസവും ദൈവമേ ക്ഷമിക്കണമേ എന്നുള്ള ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നമ്മൾ തികഞ്ഞിട്ടില്ല. എനിക്ക് മനോബോധം, മനസ്സിൽ ഒരു തെറ്റിനെ കുറിച്ചുമുള്ള ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനാകുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ എന്റെ ദൃഷ്ടിയിൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നും, ഞാൻ വിധിക്കുന്നത് ശരിയാണെന്ന് തോന്നും. പക്ഷെ അത് മറ്റൊരാൾക്ക് ദോഷകരമായിരിക്കാം. ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചത് എന്റെ രീതിയിൽ, എന്റെ മനസ്സാക്ഷിയിൽ, അല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്തപ്പോൾ അത് എനിക്ക് അത് നീതിയുള്ളതാണെന്ന് തോന്നിയിരിക്കാം. പക്ഷെ എന്നാൽ അത് അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ അത് നീതിയുള്ളതല്ലെങ്കിൽ, അദ്ദേഹത്തിന് അത് പ്രയാസകരമാണെങ്കിൽ നമ്മളറിയാതെ അല്ലാത്ത തെറ്റായി തിരിയാറായി പോയി. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ ഒരാളെ വഴക്ക് പറഞ്ഞു, പക്ഷെ അത് അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞ കാര്യം തന്റെ ഹൃദയത്തിൽ ഒരു വേദനയായിട്ടാണ് മാറിയതെങ്കിൽ ആ മാറ്റം, ആ വേദനയായി മാറിയത് ആ ഹൃദയത്തിന്റെ വേദനയ്ക്ക് കാരണക്കാരൻ ഞാനാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തത് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പിതാവാം ദൈവത്തിന്, പുത്രനാം ദൈവത്തിന്, പരിശുദ്ധനാം ദൈവത്തിന് അങ്ങനെ അവരറിയാതെയല്ല ചെയ്യുന്നത്. നമ്മളെ പോലെ അല്ല ദൈവം. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പിതാവാം ദൈവത്തെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നതിന്റെ അർത്ഥം ആ തികവുള്ള സ്നേഹത്തിലുള്ള വാസ്തയാണ് വെളിപ്പെടുത്തുന്നത്. ഒരുമിച്ച് ഒന്നായിരിക്കുന്നതിനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് എപ്പോഴും ഒന്നിച്ച് വസിപ്പാൻ കഴിയുന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ മനോഭാവത്തിൽ എപ്പോഴും തെറ്റുകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും നമ്മൾ സമർപ്പിക്കുകയും ഉപവാസ പ്രാർത്ഥന, മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ പ്രവാചകന്മാരൊക്കെ വന്ന് നമ്മളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്, വചനം കേട്ട് സമർപ്പിക്കാൻ പറയുന്നതിന് വേണ്ടിയാണ്. കാരണം എവിടെയെങ്കിലും ഉപബോധ മനസ്സിൽ മറിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന പാപങ്ങളെയൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് അത് ദൈവസന്നിധിയിൽ അത് കുറവാണെന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ പറയേണ്ട കർത്താവേ, ഞാൻ അറിയാതെ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് തെറ്റുപറ്റിപ്പോയി. ഇപ്പോൾ മനുഷ്യന് തെറ്റുപറ്റുമ്പോഴുള്ള നമ്മൾ നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നു. ഞാനിന്ന് ഈ സന്ദേശം എടുക്കുമ്പോൾ ഒരു വാക്കിൽ പോലും തെറ്റാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ? അങ്ങനെ മനസ്സാക്ഷിയിൽ ഒരു കുറവുമില്ലാതെ എല്ലാം കൃത്യതയോട് ചെയ്ത ചിന്തയിൽ, മണ്ഡലങ്ങളിൽ ഒരു തെറ്റുമില്ലാതെ എത്ര പേരുണ്ട്? ആരുണ്ട്? ഒരുവൻ മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച ക്രിസ്തു ഒഴികെ ഒരൊറ്റ മനുഷ്യൻ പോലും സാക്ഷ്യം പറയാൻ കഴിയത്തില്ല, ഇതിൽ കുറവില്ല, കുറ്റമില്ല. എന്നാൽ നീതിമാനായിരിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യപാപത്തിന് വേണ്ടി വന്നതുകൊണ്ട് അവന് കുറവില്ലായിരുന്നു, ഊനമില്ലാത്ത കുഞ്ഞാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ സാക്ഷാൽ വചനമാകുന്നു. പിതാവാം ദൈവത്തോടും ആത്മാവാം ദൈവത്തോടും സമത്വത്തിൽ വസിക്കുന്നവനായതുകൊണ്ട് ആണ് ഇവിടെ പറയുന്നത്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഞങ്ങൾ ഒന്നാണ്. ആ തികവുള്ള പ്രവൃത്തിയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ മനുഷ്യരായിരിക്കുന്ന ഞാൻ നിങ്ങൾ മൺപൊടികളാണ്, മണ്ണിൽ ജനിച്ചവരാണ്. മണ്ണിന്റെ ബലഹീനതയുണ്ട്, നമ്മളിൽ സാധ്യതയുണ്ട്, നമുക്ക് എപ്പോഴും ദൈവത്തിൽ വസിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ 24 മണിക്കൂറും ദൈവാത്മാവിൽ മാത്രം ജീവിക്കുന്ന, ദൈവത്തിന്റെ വചനത്തെ മാത്രം രസിച്ച് ജീവിക്കുന്ന എത്ര പേർ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ അങ്ങനെ എപ്പോഴും അല്ല എന്ന് ഞാൻ സമ്മതിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാസ്തവമായി തികവുള്ളവരാണ്. എന്നാൽ എനിക്കിങ്ങനെ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റു പറഞ്ഞ്, ദൈവമേ ക്ഷമിക്കണമേ, ഞാൻ മനുഷ്യനാണ്, ബലഹീനനാണ്, ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ പോലും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാം. അങ്ങനെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ പറയുന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ആർക്ക് വേണമെങ്കിലും അതൊരു പ്രയാസകരമായി തീരാം എന്നുള്ളത് കൊണ്ടാണ് നാം ഇവിടെ തികവുള്ളവരല്ല. ഒരു മനുഷ്യൻ അവസാന ശ്വാസം വിടുന്നത് വരെയും അവൻ പൂർത്തീകരണമുള്ളവനായി തീരുന്നില്ല, തികവുള്ളവനായി തീരുന്നില്ല. നമുക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് തികവിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യം എന്നുള്ളത്. ആത്മാവിൽ ദരിദ്രരായവൻ ഭാഗ്യവാൻ. അതിന്റെ അർത്ഥം ആവശ്യകത, ഞാൻ തികഞ്ഞിട്ടില്ല,
ഞാൻ തികഞ്ഞു എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അഹങ്കരിച്ചു പോകും. ദൈവസേനയിൽ വിനയപ്പെടാൻ കഴിയത്തില്ല, താഴുവാൻ കഴിയത്തില്ല. ഞാൻ എല്ലാമായി തികഞ്ഞുപോയി അല്ലെങ്കിൽ എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ, ഞാൻ ആത്മീയനാണ് എന്നുള്ള ചിന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ പ്രയാസകരം, അത് വലിയൊരു ബുദ്ധിമുട്ടായിത്തീരും. എന്നാൽ നമുക്ക് മനസ്സിൽ ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. മനസ്സ് ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ട് എന്നാണ് ദൈവം. നമ്മുടെ ഹൃദയം ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനാണെന്നാണ് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ കൂടി ഈ സുവിശേഷത്തോടൊപ്പം ഒരുമിച്ച് വായിച്ചാൽ അത് തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഒരേ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 30-ാം വാക്യത്തിന്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി വിചാരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിന് അങ്ങനെ പറയാം. യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞു, എനിക്ക് സ്വതം ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഇതിനർത്ഥം ഞാൻ പിതാവുമായി പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ടാണ് പറയുകയും നിങ്ങളെ വിധിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നെങ്കിൽ നിങ്ങൾക്ക് വിധിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വിധിക്കുന്നതല്ല, അത് എന്റെ പിതാവ് അറിഞ്ഞിട്ടാണ്, അവൻ പറയുന്നതനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 15-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ ചിന്തിച്ചത്, നമ്മള് കൊമ്പുകൾ ആണ്, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ അതുപോലെ പറയാൻ കഴിയും, പിതാവേ എനിക്ക് നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങനെ പറയണമെങ്കിൽ അത് ക്രിസ്തുമായിട്ടുള്ള സ്നേഹത്തിൽ ഒന്നായിത്തീരുന്നവർക്കാണ്, കൊമ്പുകളാകുന്നവർക്കാണ്, അധിക ഫലം കായ്ക്കുന്നവർക്കാണ് അപ്രകാരം പറയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 15-ാം അധ്യായം 5-ാം വാക്യം ഞാൻ വായിക്കാം, അവസാന വാക്യം. എങ്കിൽ ഞാൻ അവനിലും കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ 100 മേനി വിളയുന്ന ഒരനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് ദൈവത്തെ പിരിഞ്ഞ് ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. ഇപ്പോൾ നമ്മൾ മനസ്സിലായി. എല്ലാവരും ചോദിക്കുക, എങ്ങനെയാണ് 100 മേനി എങ്ങനെയാണ് ആയത്? അറിയില്ലേ? പലപ്പോഴും ക്ലാസ്സിലൊക്കെ 30 മേനി 60 മേനി 100 മേനി എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാ ദൈവദാസ നമ്മൾ 100 മേനി ആയെന്നല്ലെങ്കിൽ എങ്ങനെയാ എങ്ങനെ മനസ്സിലാക്കുന്നതെന്നോ അത് എപ്പോഴും ചോദിക്കാറ്. അപ്പൊ അത് വ്യക്തമായ ഉത്തരം നമുക്ക് പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ഈ രാത്രി ദൈവാത്മാവ് വെളിപ്പെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയുമെങ്കിൽ വളരെ ഫലം കായ്ക്കുന്ന 100 മേനിക്കാരൻ. അപ്പൊ മനസ്സിലായല്ലോ, ഈ 30 മേനി 60 മേനി 100 മേനി നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആവർത്തിച്ച് മിക്കവാറും ക്ലാസ്സുകളിലും മെസ്സേജുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അതിലെല്ലാം ഒരു സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാ മനസ്സിലാകുന്നത് ഞാൻ 100 മേനിയാണെന്നുള്ളത്, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്നു എന്നുള്ളത് എങ്ങനെ തെളിവെന്താ എന്നുള്ളത് ആണെങ്കിൽ ഇന്ന് രാത്രി ആ സംശയം ദൈവാത്മാവ് നമുക്ക് മാറ്റിത്തരിക. ഞാൻ എപ്പോഴും വീണു എഴുന്നേറ്റും ആണെങ്കിൽ ശിശുവിന് തുല്യമാണ്, അല്ലെ? ശിശുക്കളല്ലേ വീണു എഴുന്നേറ്റും അല്ലെ? കുഞ്ഞുങ്ങൾ നടക്കുന്ന അതങ്ങനെ തുടങ്ങിയതാണ്. നമ്മൾ വീണു എഴുന്നേറ്റും അല്ലേ? വീഴും, എഴുന്നേക്കും, അല്ലെങ്കിൽ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കും, അങ്ങനെ മുമ്പോട്ട് പോകും. പിന്നെ നമുക്ക് സ്റ്റഡിനെസ് ഉണ്ടായി. അപ്പൊ നമുക്ക് ആ നല്ലൊരു ശക്തിയൊക്കെ ലഭിച്ചു. പിന്നെ പ്രായം വന്നു കഴിയും, പിന്നെ ഇതുപോലെ താഴാൻ വീഴാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ പാരമ്പര്യം കയറി കഴിഞ്ഞാൽ പിന്നീട് പഴയതുപോലെ എത്തിരും. നമ്മൾ ആത്മാവിൽ എപ്പോഴും യൗവനമുള്ളവരായിരിക്കണം, ആത്മാവിൽ ആരോഗ്യമുള്ളവരായിരിക്കണം, ആത്മജീവിതം ആരോഗ്യമുള്ളവരായിരിക്കണം. വീണും താണും പോകാതെ നേരെ നടക്കാൻ, നീതിയോടെ നടക്കാൻ നമ്മുടെ പ്രാപ്തന്മാരാക്കുന്ന ദൈവവചനത്തിന്റെ കേൾവി നമ്മെ ആ ഒരു അനുഭവത്തെ നടത്തി മനസാക്ഷിയോടെ, കുറ്റമറ്റ മനസാക്ഷിയോടെ, കർത്താവേ നീ എന്നിൽ വസിക്കുന്നുണ്ട്, യേശു നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പാപം ചെയ്യാൻ കഴിയത്തില്ല, നമുക്കൊരിക്കലും വേണ്ടാത്ത സംസാരിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ കൺട്രോൾഡ് ലൈഫ്, ആ ജീവിതം ധന്യമാണ്. അതിനെയാണ് തികവുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് തമ്മിൽ തികഞ്ഞവരായിരുന്നു. 100% അവര് തികവുള്ളവരായി, തികഞ്ഞതാണ്. ദൈവം തികവുള്ളവനാണ്, അവന്റെ വഴി തികവുള്ളതാണ്. ആണ് പറഞ്ഞത്, ദൈവമേ നിന്റെ വഴി തികവുള്ളത്. എന്നാൽ നമ്മുടെ വഴി പലപ്പോഴും അസ്ഥിരമാണ്. കാരണം നമുക്ക് എപ്പോഴും ദൈവത്തിൽ വസിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നാം ആ ശൈശവാവസ്ഥയിൽ നിന്ന് നമുക്ക് വഴി തെറ്റിപ്പോകാതെ വചനത്തിൽ ആശ്രയിച്ച് നടക്കാനുള്ള ഒരു
ആരോഗ്യവും ബലവും ദൈവം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് ആരോഗ്യം പ്രാപിച്ച് നമ്മുടെ സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ 60 മേനിയിലേക്കും ഒരിക്കലും തെറ്റാത്ത ഒരു തികഞ്ഞ ഒരു അനുഭവത്തിലേക്ക് എത്തുമ്പോൾ നാം അത് 100 മേനിയിലേക്കും ആകും. അപ്പോൾ എങ്ങനെയാ 100 മേനി ആയോ ഇല്ലയോ എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. മനസാക്ഷി വഞ്ചിച്ച ആരും തികവുള്ളതാണെന്ന് പറയരുത്. നമ്മുടെ മനസ്സിനെ വഞ്ചിക്കാൻ കഴിയത്തില്ല. ഞാൻ ആരാകുന്നത് എനിക്കറിയാം. ഇത് വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. വേറെ ആരും ഞാൻ ആരാകുന്നു എന്നുള്ളത് നമ്മുടെ അകത്തുള്ള ആത്മാവുമ്പോൾ സാക്ഷ്യം, മനുഷ്യന്റെ ആത്മാവ് സാക്ഷ്യം തരുന്ന ആരാകുന്നു. ഞാൻ എന്താകും, എന്റെ ചിന്ത എന്താകും, എന്റെ ജീവിതത്തിൽ ലക്ഷ്യം എന്താകും എന്നുള്ളതൊക്കെ നമ്മുടെ അകത്ത് നമുക്കറിയാം. അതിനെ നമുക്ക് മറച്ചുവെക്കാൻ കഴിയത്തില്ല. ബാക്കിയുള്ളതെല്ലാം പൊയ്മുഖങ്ങളാണ്, വേഷം കെട്ടലുകളാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യ ജീവിതം ഒരിക്കലും വേഷം കെട്ടുന്ന അല്ല. നാം വേഷധാരികളല്ല, നാം നാമധാരികളല്ല. നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾ. പറയാം, നാം വേഷം കൊണ്ട് നമുക്കിതെല്ലാം വേണം. വേഷം വേണം, വിശ്വാസിക്ക് അതിന്റെ യോഗ്യമായ വസ്ത്രധാരണം വേണം, ഇതെല്ലാം വേണം. ഞാൻ വിശ്വാസിയാണ്, എനിക്ക് നമ്മുടെ വേഷത്തിൽ അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. വേഷത്തിൽ മാത്രമല്ല, നാം പേരിൽ മാത്രമല്ല ക്രിസ്തുവിനെ അനുഗമിച്ചിട്ട് മനസ്സാക്ഷിയിൽ ഓരോ ദിവസവും പറയണം, കർത്താവേ, എന്നൊരു ദിവസം അങ്ങയിൽ വസിച്ച് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ആ കൊമ്പായിൽ അങ്ങയിൽ വസിപ്പാൻ കഴിഞ്ഞല്ലോ. ദൈവം എനിക്ക് ഫലം കായ്പാൻ ദൈവം കൃപ വന്നല്ലോ, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം ജീവിപ്പാൻ നമുക്ക് കൃപയുണ്ടെങ്കിൽ, അതിനുള്ള പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, തികവുള്ളവരാകുന്നു അവരാണ് 100 മേനി വിളയുന്നവർ. അവരെ ചേർക്കുവാനാണ് യേശു കർത്താവ് വേഗത്തിൽ വരുന്നത്. ഇതുവരെയും ഒരനുഭവം ഇല്ല എങ്കിൽ മനസാക്ഷിയെ വഞ്ചിക്കാതെ ദൈവസ്ഥനെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കർത്താവ് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങയിൽ വസിക്കുവാൻ, അങ്ങേ പോലെ ആകുവാൻ, അങ്ങ് ജീവിച്ചതുപോലെ ജീവിപ്പാൻ, അങ്ങ് സംസാരിച്ചതുപോലെ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവത്തിനായി നമുക്ക് ദൈവത്തോട് യാചിക്കാൻ പലപ്പോഴും നാം തെറ്റിപ്പോകുന്നുണ്ട്. ആ തെറ്റുകൾ അതുകൊണ്ടാണ് നാം ദൈവസേനയിൽ കരയുന്നത്, പ്രാർത്ഥിക്കുന്നത്, സമർപ്പിക്കുന്നത്, വീണ്ടും കർത്താവിന്റെ നാം ബലം പ്രാപിക്കുന്നത്. ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാണ് തികവുള്ളത് എന്നുള്ളതിന്റെ അർത്ഥം. രാത്രിയിൽ അത്ര പറയാൻ സാധിക്കും, ഞാൻ തികവുള്ളതാണെന്ന്. എന്നൊരു കുറ്റവുമില്ല, എന്നൊരു കുറവുമില്ല എന്നാണോ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അല്ല, നമ്മളാരും തികഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത്, ഞാൻ നേടിയെന്ന് കരുതുന്നില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു, ആഞ്ഞുകൊണ്ട് ഓടുന്നു. രാത്രിയിൽ തികഞ്ഞവരായിട്ടല്ല, തികഞ്ഞവരുടെ ഞാൻ സംസാരിക്കുന്നെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. കാരണം തികയുവാൻ താല്പര്യമുള്ള, തികവുള്ള, ക്രിസ്തുവിൽ വസിക്കുന്ന കൊമ്പുകളെടുത്ത് മാത്രമേ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അവർക്ക് മാത്രമേ ഗ്രഹിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ആ ഒരു നിലവാരത്തിൽ നമ്മളായിത്തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയും നമുക്കിന്ന് രാത്രിയിലും പ്രമാണമായ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയിൽ വസിക്കുന്നൊരു കൊമ്പായി കർത്താവെ അങ്ങനെ ചെത്തിപിടിപ്പാക്കി അധികം ഫലം കായ്ക്കുക. അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാനിടയാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവെ, നിന്റെ ഇഷ്ടത്തിനൊത്തോടെ ജീവിപ്പാൻ. പരിശുദ്ധാത്മാവിനെ പിരിഞ്ഞ്, ദൈവകൃപ പിരിഞ്ഞ് ഒരു കാര്യവും ചെയ്യാതെ ഞങ്ങളെ കൃപയെ നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതല്ല, ഏതെങ്കിലുമൊക്കെ ചെറിയ വീഴ്ച, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മനുഷ്യരാണ്, ഭൂമിയിലാണ് ജീവിക്കുന്നത്. വാക്കിലൊന്നും തെറ്റാതെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്നാൽ നമ്മുടെ ബലഹീനതയ്ക്ക് തോന്നുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നു, നമ്മളെ വളർച്ചയിലേക്ക് നയിക്കുന്നു. കർത്താവ് വസിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുക. അതിനെയാണ് തികവ് എന്ന് പറയുന്നത്. അതേ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ദൈവം ഇച്ഛിക്കുന്നുണ്ട്. എന്റെ വിധി നീതിയുള്ളതാകും. കർത്താവ് പറഞ്ഞു, ഞാൻ വിധിക്കുന്നത് നീതിയുള്ള വിധിയാണ്. കാരണം എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് ആ പ്രവൃത്തി തികയ്ക്കുന്ന ആളാണ്.
എന്നെ കുറിച്ചാണ് കർത്താവ് എന്നെ അയച്ചുകൊണ്ട് ഇഷ്ടം, എന്റെ ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് സ്വതന്ത്രം ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചൊരു ഇഷ്ടം അത്രേ. അപ്പൊ ഇവിടെയും അർത്ഥഗമനിയാണ് കാണിക്കുന്നത്, സ്നേഹത്തെ കാണിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം പുത്രന്റെ ഇഷ്ടമാണ്, പുത്രന്റെ ഇഷ്ടം പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ്. ഒരു മൂന്നും അവർ ഐക്യതയിൽ തികവിൽ വസിക്കുന്നത് പോലെ നമുക്ക് പറയാം, കർത്താവെ അങ്ങേ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം നാം അവനോട് കൂടെ അവന്റെ സിംഹാസിരിക്കണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം. ഞാനിരിക്കുന്നിടത്ത് എനിക്കുള്ളൊരു വിരിക്കേട് ദൈവത്തിന് ഇഷ്ടമാണ്. ഇപ്പൊ ആ ഇഷ്ടം നിറവേറപ്പെടുവാൻ നമ്മളെ പരിശുദ്ധന്മാർ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിനെ അയച്ചവന്റെ ഇഷ്ടം അത്രയല്ല. എന്തിനാ യേശുക്രിസ്തുവിനെ അയച്ചവന്റെ ഇഷ്ടം എന്തായിരുന്നു? പിതാവാം ദൈവം തന്റെ പുത്രൻ എന്തിനാ ഭൂമിയിലേക്ക് അയച്ചതിന് വേണ്ടിയാ? ഇവിടെ ലേഖനത്തിൽ പറഞ്ഞതാ, ഞാൻ ഒരു ശരീരം രക്ഷിക്കുന്നു. ഹരണയാഗങ്ങളും ഹോമയാഗങ്ങളും ഒക്കെ യഥാർത്ഥമായിട്ടൊന്നും നിവൃത്തിയിരിക്കാൻ കഴിയാതെ നേരായി നിൽക്കുമ്പോൾ യേശു പറഞ്ഞതാ, ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തികവുള്ള ശുദ്ധീകരണത്തിന്റെ യാഗം അർപ്പിക്കുവാൻ വേണ്ടിയാണ് യേശുവിനെ ഭൂമിയിലേക്ക് പിതാവാം ദൈവം അയച്ചത്. തന്റെ പുത്രനാകുന്ന യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ പാപത്തിന് പരിഹാരമുണ്ടാക്കണം. അതാണ് പിതാവാം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതിന്റെ പ്രധാന ലക്ഷ്യം. ലേഖനത്തിൽ വളരെ കാര്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ലേഖനം 10-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വാക്യങ്ങളാണ്. അതിന്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് വളരെ വ്യക്തമാകും. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന, ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ, ഇതാണ് ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വചനം. ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചു പോയാൽ ലേഖനത്തിലേക്ക് പ്രവേശിക്കപ്പെടും. അവിടെ പിന്നെ നമുക്ക് ഒരുപാട് സമയം ഇതിനകത്ത് ചെലവഴിക്കാം. നമ്മുടെ പഠനം കൊണ്ടിരിക്കുന്നത് ഞാനിത് ഒരു സൂചകവാക്യമായി തന്നുകൊണ്ട്, അപ്പോൾ എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് പിതാവ് യേശു ക്രിസ്തു കൂടെ കൂടെ എന്നെ അയച്ചവന് ഇഷ്ടം ചെയ്യുന്നതിന്റെ അർത്ഥം, കർത്താവ് പറഞ്ഞത് 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും ഈ കനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി കൊടുത്തതും, അതുപോലെ നമുക്കറിയാം കിടപ്പരോഗിയെ എഴുന്നേറ്റ് നടത്തുകയൊക്കെ കർത്താവ് ചെയ്തു. പക്ഷെ അത് പിതാവിന്റെ ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ ഏറ്റവും പരപ്രധാനമായി അതിന് വേണമെങ്കിൽ പ്രവാചകൻ മതി. അങ്ങനെ പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള കഴിവുള്ള പലരും അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തു വന്നത് ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയല്ല, അതിനുവേണ്ടിയല്ല വന്നത്. ഇപ്പം പ്രവാചകന്മാരും മറ്റുള്ള കഴിവുള്ളവരൊക്കെ ദൈവം അയച്ചവർക്കൊക്കെ അത് ചെയ്യാൻ കഴിയും. ഇപ്പം പൊതുശാന്തി, രോഗശാന്തി, മരണത്തിനുള്ളവരെ എഴുന്നേൽപ്പിക്കാനൊക്കെ ദൈവമക്കൾ കഴിയും. കർത്താവ് പ്രത്യേക അധികാരം കൊടുത്തവർക്കെല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത് ഒരു മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള രക്ഷയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 10-ാം അധ്യായം കൂടി ഈ ഭാഗം എന്താണ് പുത്രനാം ദൈവത്തെ അയച്ചതിന്റെ സുപ്രധാന ഉദ്ദേശം എന്താണെന്ന് എന്നുള്ളത് ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ പറഞ്ഞു പ്രമാണപ്രകാരം അത് നമുക്കറിയാം. ഇപ്പൊ കർത്താവിനെ തന്റെ പുത്രനെ ഭൂമിയിലേക്ക് പിതാവാം ദൈവം അയച്ചത് നാം ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് അയച്ചത്. ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യനെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും, രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും, ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയും, വേണമെങ്കിൽ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ സാധിക്കും. കർത്താവ് ഞാൻ ചെയ്ത അധികം നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് ചെയ്തത് നമുക്ക് ചെയ്യാൻ കഴിയാത്തത് പാപത്തിന് പരിഹാരമായി തീരുവാൻ നമുക്ക് കഴിയത്തില്ല. അവന് മാത്രമേ കഴിയത്തുള്ളൂ. അവനോ അല്ലാതെ മറ്റാർക്കും അതിനുള്ള അധികാരമില്ല. നമ്മളൊക്കെ
ദൈവം തരുന്ന സൂക്ഷിക്കൊത്തോണം ശുദ്ധീകരിക്കുന്ന പുണ്യാഗ രക്തത്തിന് അടുത്തേക്ക് മറ്റുള്ളവരെ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് നമുക്കുള്ളത്. നമുക്കാർക്കും പാവങ്ങളെ മോചിക്കാനുള്ള അധികാരം, എന്നാൽ പാവങ്ങളെ നിർത്താൻ മോചിക്കാനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ കൂടെ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ പാപത്തെ മോചിക്കുക എന്നുള്ളതിന്റെ അർത്ഥമാണ്. അതല്ല അതിന്റെ അർത്ഥം. എന്നോട് തെറ്റ് ചെയ്താൽ എനിക്ക് ആ പാപം നിർത്തണമോ മോചിക്കണമോ എന്നുള്ളത് എന്നോടുള്ള വ്യക്തിപരമായ വിഷയത്തിൽ എനിക്ക് അതിനെ പറയാൻ സാധിക്കും. സഫാനത്തിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ അവർക്ക് പാപം നിർത്തരുതേ എന്ന് പറയാൻ സഫാനസ് കഴിയും. അല്ലാതെ അവിടെ കൂടി ഒന്നെല്ലാവരും പാപം ക്ഷമിക്കുവാൻ സഫാനത്തിന് അധികാരമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ക്ഷമിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിൽ ക്ഷമിക്കും നിങ്ങൾ. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. എന്നാൽ സർവ്വലോക പാപത്തിന് പരിഹാരമായി തരുവാൻ യേശുക്രിസ്തു മാത്രമേ അധികാരമുള്ളൂ. നമുക്കാർക്കും തന്നെ മറ്റാരുടെയും പാവങ്ങളെ ക്ഷമിക്കാൻ കഴിയത്തില്ല. എന്നാൽ വ്യക്തിപരമായി നമ്മോട് ചെയ്ത കാര്യങ്ങളെ നമുക്കത് വെച്ചുകൊണ്ടിരിക്കാതെ അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ക്ഷമിച്ചാൽ ദൈവം അത് ക്ഷമിച്ചിരിക്കുന്നു. ഇതിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന പിതാവിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 4-ാം 34-ാം വാക്യത്തിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ പിതാവിന്റെ ഇഷ്ടം ജീവനാണ് യേശു കർത്താവ് വന്നത് എന്നുള്ളത് നമുക്ക് കൂടെ കൂടെ ഈ സുവിശേഷം കാണാൻ സാധിക്കുന്നുണ്ട്. അത് കർത്താവ് പറയാൻ കാരണം തിരുവെഴുത്തുകളിൽ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പറയുന്ന ചുരുളുകളിൽ പറഞ്ഞിരുന്നത്, ആ ചുരുളുകളിൽ രേഖപ്പെടുത്തിയിരുന്നത് നിവർത്തപ്പെടുവാൻ ഇടയത്ത് കഴിഞ്ഞപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ലോകരക്ഷകനായ കർത്താവ് ഒരുക്കപ്പെട്ട ശരീരമായി ഭൂമിയിൽ വന്ന് മനുഷ്യപാപത്തിന് പരിഹാരമായി തീർന്നു. അതിനുവേണ്ടിയാണ് യേശു വന്നതാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ യേശു വന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പിതാവിന്റെ ഇഷ്ടമാണ്. രോഗി സൗഖ്യമാകുന്നതും ബോധങ്ങൾ വിട്ടു പോകുന്നതും ആഹാരം കൊടുക്കുന്നതും എല്ലാം പിതാവിന്റെ ഇഷ്ടമാണ്. എന്നാൽ സുപ്രധാനമായ ഉദ്ദേശം എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ. അതുകൊണ്ടാണ് പാടുന്നത്, എന്നെ തകർത്തിടുവാൻ താതനിഷ്ടമെങ്കിൽ എന്നുള്ള പാട്ട്. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് സ്വർഗീയ പിതാവേ നിൻ തിരികെ തന്നെന്ന് പറഞ്ഞ പാട്ട് വളരെയധികം എന്നെ പിടിച്ചിരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടാണ്. വളരെ ആത്മീയ അർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന പാട്ടാണ്. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ എന്റെ ഇഷ്ടമെങ്കിൽ നിവർത്തിയിരിക്കട്ടെ. പിതാവിന്റെ ഇഷ്ടം തന്നെ നിവർത്തിയിരിക്കപ്പെട്ടു. അവനെ തകർത്ത് കളഞ്ഞത് നമ്മെ പങ്കെടുക്കാൻ ദൈവത്തിന്റെ വിലാസം ഞാൻ ചിന്തിക്കുമ്പോൾ ആ ഇഷ്ടമാണ് തന്നെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത്. അതിനുവേണ്ടിയാണ് തന്നെ അയച്ചതെന്നാണ് കർത്താവ് കൂടെ കൂടെ ഈ യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ കർത്താവ് സംസാരിച്ചത് പറഞ്ഞിരിക്കുന്നത് തിരുവെഴുത്തുകളിൽ എന്നെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, ലോകത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞ ഭാഗമെടുത്ത് ലേഖനത്തിൽ പൗലോസ് അതേക്കുറിച്ച് ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിലാകുന്നു എന്നുള്ളതാണ്. അതിന്റെ 31-ാം വാക്യം, ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല, എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്ന മറ്റൊരു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ലേഖനത്തിൽ സാക്ഷ്യം പറയുന്ന മൂവരുണ്ട്, ജലം, രക്തം, ആത്മാവ് എന്നുള്ള ഭാഗത്ത് ചിന്തിച്ചു. അത് ഞാൻ അതേ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സാക്ഷ്യം പറയുന്ന മൂവറുണ്ട്. തിരുവെഴുത്തുകളിൽ യേശുവിനെ സാക്ഷ്യം പറയുന്നു. എന്നിട്ട് കർത്താവ് അതിനെ കുറിച്ച് പറയുകയാണ് മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. ഇവിടെ 5-ാം 33-ാം വാക്യത്തിൽ പറയുക, ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പഴയ നിയമത്തിന്റെ അവസാന പ്രവാചകൻ, ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകനെ യേശുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി അയച്ച് അവൻ പ്രസ്താവിച്ചത് മറ്റൊരു സാക്ഷ്യമുണ്ടപ്പോൾ അവൻ പ്രസ്താവിച്ചത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് അന്ന് അവിടെ പ്രഖ്യാപിച്ചത്. 1-ാം അധ്യായം 19-ാം വാക്യമാണത് സംഭവ പശ്ചാത്തലം. 1-ാം അധ്യായം 19-ാം വാക്യത്തെ ആധാരമാക്കിയാണ് യേശുവോട് സംസാരിക്കുന്നത്. 1-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ ചിന്തിച്ചിരുന്നു. 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ ആർ എന്നു യോഹന്നാനോട് ചോദിക്കേണ്ടതിനെ യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു. അപ്പൊ കർത്താവ് ഒന്നുകൂടെ അതിനെ എടുത്ത് തിരിച്ചു പറയുക, നിങ്ങൾ ആളയച്ചിരുന്നു, യോഹന്നാന്റെ അടുക്കൽ ആളയച്ചിരുന്നു, നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അയച്ചതാണ് യോഹന്നാൻ.
പുരോഹിതന്മാരെ ലേവ്യരെയും യേശുവിന്റെ അടുക്കൽ അയച്ചു. എന്നിട്ട് അവര് വന്ന് യേശുവിനോട് ചോദിച്ചതിനെ കുറിച്ച് നമ്മൾ 1-19 വാക്യം ചിന്തിച്ചത്. ആ പ്രവാചകനാണോ, ക്രിസ്തുവാണോ, ഏലിയാവാണോ എന്നൊക്കെ 3 ചോദ്യങ്ങൾ ചോദിപ്പാട്ടറിയാത്ത. യോഹന്നാട് ചോദിച്ചു, യോഹന്നാൻ പറഞ്ഞ അതൊന്നും അല്ല, അവൻ ക്രിസ്തു അല്ല എന്നവൻ ഏറ്റുപാട്ടറിയാത്തത്. അപ്പോൾ ആ സന്ദർഭത്തെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. 19 വാക്യത്തിൽ പറഞ്ഞ വാക്യമാണ്, നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവനോട് ചോദിച്ചു പോകാനുള്ള കാര്യം സത്യം പറഞ്ഞു. കാരണം അവന് സത്യമല്ലാത്തൊന്നും പറയാൻ കഴിയത്തില്ല. കാരണം അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം അവനെ അഭിഷേകം ചെയ്തത് സത്യത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ആ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ ശേഷമായി യോഹന്നാൻ തെറ്റി എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഇടറിപ്പോകാൻ വേണ്ടിയാണ്. യേശുവിനെ സ്ഥാനപ്പെടുത്തി ശുശ്രൂഷ ചെയ്ത ശേഷമായി യോഹന്നാൻ തടവിലായി കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചത് യേശുവിനെ വെളിയിൽ കൊണ്ടുവന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൻ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അവൻ മരിക്കണമെന്നുള്ളത്, അവൻ രക്തസാക്ഷിത്വം മരിക്കണമെന്നുള്ളത് ദൈവഹിതമായതുകൊണ്ട് യേശുവിനെ തടപ്പെട്ടില്ല. ആ ഒരു സന്ദർഭം വരുമ്പോഴാണ് ഇടറിപ്പോയി വരുവാനുള്ളവൻ നീയോ, മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്നൊക്കെ ചോദ്യപ്പാട്ടടിയാത്തത്. ഞാൻ പറഞ്ഞർത്ഥം ആ ശുശ്രൂഷ തികച്ച് സ്ഥാനശുശ്രൂഷ ചെയ്ത് പിതാവാം ദൈവം കൊടുത്ത ശുശ്രൂഷ തികച്ച് എല്ലാ സാക്ഷ്യവും യേശുവിനെ കുറിച്ച് പ്രസ്താവിച്ചു എന്നുള്ളതാണ് ദൈവനൊക്കെ വായിക്കുമ്പോഴും മനുഷ്യനായതുകൊണ്ട് തെറ്റുപറ്റുവാനിടയത്തത്. എന്നാൽ യേശു ക്രിസ്തുവിന് ഒരു തെറ്റും വാക്കിലോ പ്രവൃത്തിയിലോ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ വചനത്തിൽ നമുക്കുടനീളം ചിന്തിക്കാം. അവരെല്ലാവരും പരിശ്രമിച്ചു നോക്കിയത് ഏതെങ്കിലും ഒരു വാക്കിൽ യേശുവിനെ കുറ്റം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. മറ്റുള്ള എല്ലാ മനുഷ്യനെ നോക്കുമ്പോൾ കുറവുകൾ ധാരാളമുണ്ട്, കുറവുകൾ മനുഷ്യനിലുണ്ട്. ഈ ലോകത്തെ ഒരുവൻ മാത്രമേ 33 വർഷം ഭൂമി ജീവിച്ചിട്ട് ആർക്കെങ്കിലും ഒരു കുറവ് കുറ്റമെന്ന് പറയുക ഇല്ലാത്തൊരുവൻ യേശു മാത്രമേ. അവന്റെ രക്തമാണ് പരിഹാരമായി തീർന്നത്. ആ പുണ്യാക രക്തം കൊണ്ടാണ് നമ്മുടെ കുറവുകളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് നാം നീതിവാന്മാരായി തീരുവാൻ ഇടയായി തീർന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. എല്ലാവരും കൂടി തെരഞ്ഞെടുത്താലേ, ഇതിപ്പോ നമ്മളൊരാളെ തെരഞ്ഞെടുത്ത് നിൽക്കണം, നമ്മുടെ സാക്ഷി നമ്മൾ പറയുന്നത് കൊള്ളാം എന്ന് പറഞ്ഞതാണ് തെരഞ്ഞെടുക്കുക. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തോന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മുടെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാം, ലീഡറെ സെലക്ട് ചെയ്യണമെങ്കിൽ എന്റെ അകത്ത് സാക്ഷ്യമുണ്ട്, ഇങ്ങനെ നല്ല മനുഷ്യൻ, അതുകൊണ്ട് അദ്ദേഹത്തെ സെലക്ട് ചെയ്യാം, എന്റെ വോട്ട് അദ്ദേഹത്തിനായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കൈവത്ത് അദ്ദേഹത്തിന് ആ സാക്ഷ്യം. അതായത് എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. മനുഷ്യൻ അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി യേശു നല്ലതാണ് എന്ന് പറഞ്ഞ് അവൻ ചെയ്ത പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് അവനെ ദൈവത്തിനാക്കി അല്ലെങ്കിൽ പ്രവാചകനാക്കി വെക്കുക അല്ല ആവശ്യം. അവനങ്ങനെയല്ല, അങ്ങനെയല്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്റെ പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാണ്. കർത്താവ് ചെയ്ത പ്രവൃത്തികൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശു കനാവിലെ കല്യാണത്തിന് ആരംഭമിട്ടത് മുതൽ അവന്റെ അവസാന അത്ഭുതം അടയാളം നടന്ന കാൽവരി ക്രൂശിലാണ്. അത് യേശു ഉയർത്തെഴുന്നേറ്റോട് കൂടിയാണ്. 2-ാം അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോൾ എന്ന് പറഞ്ഞു, ആ യേശു ക്രിസ്തുവിന്റെ അടയാളങ്ങളുടെ ആരംഭം അവസാനത്തേക്ക് നമ്മൾ ചിന്തിച്ചിരുന്നു. ഈ മന്ദിരം പൊളിപ്പി ഞാനതിനെ 3 ദിവസം കൊണ്ട് പണിയാമെന്ന് കർത്താവ് തന്റെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞതാണ് അവസാനമായിട്ട് കർത്താവ് ചെയ്ത അടക്ക പുനരുത്ഥാനം. യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് അവസാനമായിട്ട് കർത്താവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കർത്താവ് ചെയ്ത പ്രവൃത്തികളെല്ലാം യേശുവിന്റെ അവൻ ദൈവത്തിനാകുന്നു എന്നുള്ളതിന്റെ സാക്ഷ്യം ആകുന്നതാണ് ദൈവത്തെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിൽ അപ്പുറവിലെ കുഴൻ പറയുന്ന മനുഷ്യൻ പറയുന്നത്, ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല, അറിവിൽ കൊണ്ടായിരിക്കുന്നവരുടെ കണ്ണു തുറന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇനിയിപ്പം ഉള്ള കാലഘട്ടങ്ങളില് വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കും, മലയാളം നടക്കുന്നുണ്ട്. കാരണം മനുഷ്യനേക്കാൾ കഴിവുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമമായിട്ടുള്ള മനുഷ്യർ അല്ലെങ്കിൽ കൃത്രിമ മനുഷ്യർ എഴുന്നേക്കാൻ പോവുക. നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാൾ വളരെ കൃത്യതയോടെ പലതും ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും.
അത് മനുഷ്യനെ പരാജയപ്പെടില്ലെങ്കിൽ അവനെ മാറ്റി നിർത്തി ഒരു സൂപ്പർ യുഗത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലാണ് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവനാണ് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കിയെ കുറിച്ച് കഥാവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് കാണാൻ സാധിക്കും. അപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക, എന്നാൽ ഈ ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യഭാവത്തിന്റെ വിടുതല. സൂപ്പർ കമ്പ്യൂട്ടറുകൾക്കോ കണ്ടുപിടുത്തങ്ങൾക്കോ ഒക്കെ ഒരുപക്ഷെ പലതും ചെയ്യാൻ കഴിയും. കുടനായിരിക്കുന്നതിന്റെ കണ്ണ് വേണമെങ്കിൽ സർജറി ചെയ്യാൻ കഴിയും, മാറ്റിവെക്കാൻ കഴിയും, സൗഖ്യമാക്കാൻ കഴിയും, അതെല്ലാം ചെയ്യാൻ കഴിയും. ആരൊരു മനുഷ്യനെ നീതീകരിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ ഈ ലോകത്തിന്റെ ഒരു കണ്ടുപിടുത്തങ്ങൾ കഴിയത്തില്ല. വരാനുള്ളതിനോ ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ കഴിഞ്ഞതിനോ ഒന്നും മനുഷ്യഭാവത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അതൊരുവിനെ മാത്രമേ ഉള്ള കഥാവായി ബാക്കിയുള്ളതൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതിനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശാസ്ത്രം അതിനുള്ള മികവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ കർത്താവ് ചെയ്തു. അത് നമ്മളെ രക്ഷിക്കാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. അത് അവന്റെ ദാനമാണ്. ആ ഒരു കാര്യത്തിലാണ് നമുക്ക് വ്യത്യസ്തത കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആവശ്യമുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്രേ ഇത് പറയുന്നുണ്ടോ? കർത്താവ് പറഞ്ഞു ഈ അടയാളം, അത്ഭുതം ഇതൊക്കെ നടക്കും, ഇതെല്ലാം നടക്കും. പക്ഷേ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ആണ് എന്നെ അയച്ച എന്റെ പിതാവിന്റെ ലക്ഷ്യം, ഉദ്ദേശം അതാണ്, അവന്റെ ഇഷ്ടം അതാണ്. ലോകം യേശുവിനാൽ വിധിക്കപ്പെടുകയല്ല, ലോകം യേശുവിനാൽ രക്ഷിക്കപ്പെടണം. പിതാവ് തന്റെ ഭൂമിയിലേക്ക് അയച്ചത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, വളർച്ച പരിജ്ഞാനത്തെത്തണം എന്നുള്ളതാണ് പിതാവിന്റെ ഇഷ്ടം. അത് ചെയ്യുവാൻ വേണ്ടിയാണ് ഇപ്പൊ രക്ഷിക്കപ്പെടുവാൻ പിതാവ് സംസാരിച്ചത്. നിങ്ങളെ സംസാരിപ്പിച്ച് എനിക്ക് ജ്ഞാനമുണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയല്ല, എനിക്ക് കഴിവുണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയല്ല യേശു സംസാരിച്ചത്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വലിയവനായി വെളിപ്പെടുത്തി നിങ്ങളെല്ലാം കൂടി എന്നെ തെരഞ്ഞെടുത്ത് രാജാവാക്കാൻ വേണ്ടിയല്ല, അങ്ങനെയൊരു ദൈവമാണെന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കഥ പറയുക, നിങ്ങൾ ഇതെല്ലാം കണ്ട് എന്നെ സെലക്ട് ചെയ്യണമെന്ന്. എന്നാൽ എനിക്ക് ഒറ്റതയുള്ളൂ, ഒറ്റക്കാര്യമേ ഉള്ളൂ, നിങ്ങൾ രക്ഷിക്കപ്പെടും. രാത്രിയിലും ദൈവമക്കളെ, നമ്മൾ ആരാണെന്ന് പ്രൊജക്ട് ചെയ്യുന്നതല്ല ശുശ്രൂഷ. ഇത് വളരെ വ്യക്തമായി സുവിശേഷ ലോകം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. ആത്മീയ ലോകം മനസ്സിലാക്കേണ്ട ഒരു സന്ദേശമാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്. എനിക്ക് എന്നെ പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യണം എന്നല്ല എൻ്റെ അർത്ഥം. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് സ്ഥാനം ഒരുക്കി തരണമെന്നോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ നിങ്ങൾ ചേർത്തുകൊള്ളണമെന്നോ അല്ല എൻ്റെ അർത്ഥം. കർത്താവ് പറഞ്ഞത് ഞാൻ രക്ഷിക്കപ്പെടും. അതാണ് യഥാർത്ഥമായ സുവിശേഷം, യഥാർത്ഥമായ ആത്മീയ ശുശ്രൂഷ. അതാണ് ഞാൻ പ്രൊജക്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ, ഞാൻ അറിയപ്പെടുന്നതിനേക്കാൾ നമ്മുടെ സന്ദേശം മുഖാന്തരമായി, നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമായി, നമ്മുടെ ശുശ്രൂഷ മുഖാന്തരമായി ഒരാളെങ്കിലും രക്ഷിക്കപ്പെടണമേ എന്നുള്ളതാണ് യഥാർത്ഥമായ ആത്മീയ ശുശ്രൂഷ. പക്ഷേ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും തെറ്റുപറ്റുന്നത് ഈ ഒരു കാര്യത്തിലാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും, എനിക്ക് പ്രൊജക്ഷൻ വേണം, ഞാൻ അറിയപ്പെടണം, ഞാൻ ആയിരിക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഒന്നും സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല. പക്ഷെ എന്നാൽ ഈ ഗുണഗണങ്ങൾ യേശുവിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ടാണ്, ആ ആത്മാവ് ഉള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ താല്പര്യമില്ലാത്തത്. പലർക്കൊക്കെ അത് അറിയപ്പെടണം, എല്ലാരും കൂടെ അംഗീകരിക്കണം, സ്വീകരിക്കണം, സ്ഥാനം നൽകണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് രാത്രിയിൽ നമുക്ക് പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സുവിശേഷം പറയുന്നത്, എന്നെ അറിയപ്പെടണം. അത് ദൈവത്തിന് ഇഷ്ടമായി. യേശു ക്രിസ്തു നാമം സകലനാമത്തിന് മേലായ നാമമാക്കി. ദൈവത്തിന് അങ്ങനെ
ദൈവം നമ്മളെ ഉയർത്തി ദൈവം മാനിക്കും. പക്ഷേ നമ്മുടെ സുവിശേഷീകരണം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ആരാധന കൊണ്ട് ഞാൻ വെളിപ്പെടണം എന്നുള്ളതല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ഞാനോ കുറയണം നീയോ വളരണം. അതിന്റെ അർത്ഥം യോഹന്നാൻ പറഞ്ഞത് ഞാൻ നിന്നെ യേശുവിനെ വെളിപ്പെടുത്തിയ മുഖാന്തരമായി അവൻ വളരണം, ഞാൻ കുറയണം. അത് പഴയ നിയമത്തോട് ബന്ധത്തിലാണ് ക്രിസ്തു നമ്മളിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ കുറയണമെന്നല്ല, ക്രിസ്തുവിന്റെ തലയോളം വളരണം. ഇപ്പം നമ്മൾ പലപ്പോഴും വായിക്കും ഞാനോ കുറയണം അവനോ വളരണം. അതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. പഴയ നിയമത്തിൽ അത് കുറഞ്ഞുപോയി. യേശു വളരണം അതിന്റെ അർത്ഥം ശുശ്രൂഷയുള്ള ബന്ധത്തില. പഴയ നിയമം മാറ്റപ്പെടും, പഴയ നിയമ ശുശ്രൂഷ മാറ്റപ്പെടും, പുതിയ നിയമം വളരും. അത് പുതിയ നിയമം വളർന്നു ലോകത്തിന്റെ എല്ലാ മനുഷ്യനുള്ള സ്ഥലങ്ങളിലേക്കും പുതിയ നിയമം യേശുവിന്റെ സാക്ഷ്യം വളരപ്പെടുവാനിടയെത്തുന്നു. യോഹന്നാനെ ചിതറിച്ചതുകൊണ്ട് യോഹന്നാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ലോകത്ത് അറിയപ്പെടാനെത്തുന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആരാധനയും അത് വളർന്ന് പന്തലിപ്പാണ്ട് യഥാർത്ഥം കഥ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ആത്മീയ വളർച്ച കർത്താവ് ആഗ്രഹിക്കുന്നു. വളരണം, വളർച്ച പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ശുശ്രൂഷയാക്കാൻ നമുക്ക് ഇന്ന് രാത്രി പറയാം, കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൂക്ഷ്മ മുഖാന്തരമായി എങ്ങനെയെങ്കിലും ചിലർ രക്ഷിക്കപ്പെടണം. ഈ യേശു കർത്താവ് പറഞ്ഞത് ഞാൻ സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടണം. എന്റെ സാക്ഷ്യം നിങ്ങൾ രക്ഷിക്കപ്പെടാത്തതായി ഞാൻ പറയാം. അത് പറഞ്ഞു, യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. അല്പസമയം അവനാൽ ശുശ്രൂഷ അവിടെ ചുരുക്ക സമയമാണ്. യേശു ക്രിസ്തു സ്നാനപ്പെടുന്നതിന് മുമ്പായി വന്ന യഹൂദ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ് യേശുവിനെ വെളിപ്പെടുത്തി, യേശുവിനെ സ്നാനപ്പെടുത്തിയ ശേഷമായി ചുരുക്ക സമയം കൊണ്ട് അവൻ അസ്തമിച്ചു. പറഞ്ഞത് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വെളിച്ചമായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. യോഹന്നാൻ പറയുന്ന സന്ദേശങ്ങൾ കേട്ട് അന്ന് ഒരുപാട് പേര് യോഹന്നാനെ പിൻപറ്റുവാൻ കാരണം അവൻ പറയുന്ന സന്ദേശങ്ങൾ മനുഷ്യഹൃദയങ്ങളുടെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്ക ഉതകുന്നതായി ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നതായിരുന്നു. അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും മടക്കി കൊണ്ടുവരത്തക്കതായ ഒരു ശുശ്രൂഷ, നിരപ്പിന്റെ ശുശ്രൂഷ അവനിലുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അതിൽ ഉല്ലസിക്കുന്നവർ കഥ പറഞ്ഞു, എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യം ഉണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. യോഹന്നാന്റെ ശുശ്രൂഷ അല്പകാലത്തേക്കുണ്ടായിരുന്നു. മലാഖയുടെ പ്രവചനത്തിൽ അവസാനം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. യേശു ക്രിസ്തു വന്നത് പിതാവാൻ ദൈവത്തോട് നമ്മെ നിരപ്പിക്കുക, ക്രൂശുമുഖാന്തരമായി വഴിയൊരുക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. ആ വലിയ പ്രവൃത്തിയാണ് ഇവിടെ സാക്ഷ്യമായി നിൽക്കുന്നത്. ക്രിസ്തുവിന്റെ സാക്ഷ്യം നമുക്ക് പ്രസ്താവിക്കുന്നത്. അവൻ മാത്രമേ ഉള്ളൂ ഏകരക്ഷകൻ. യേശു മനുഷ്യപാപത്തിന് വേണ്ടി പരിഹാരമായി തീർന്നു. അവൻ വിശ്വസിക്കുന്നതിന്റെ പാപം ദൈവം ക്ഷമിക്കുമെന്നുള്ള ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ് സുവിശേഷമായി ഘോഷിക്കപ്പെടുന്നത്. അവൻ നിങ്ങൾ എന്റെ സാക്ഷികളാണ്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. അവരോട് പറഞ്ഞു, എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യം ആവശ്യമില്ല. അത് കർത്താവ് പുനരുത്ഥാനത്തിന് മുമ്പായി 40-ാമത്തെ ദിവസം യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി അവരെ വിളിച്ച ശിഷ്യന്മാർ പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ സ്വർഗ്ഗാരോഹണം ചെയ്യപ്പെടാൻ പോകുകയാണ്. നിങ്ങൾ പുറപ്പെട്ട് എന്ത് ചെയ്യണം? പിതാവിന്റെ നിങ്ങൾ സുവിശേഷം അറിയിക്കണം. പിതാവിന്റെ പുത്രന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ജീവിതങ്ങളെ സഭയോട് അംഗങ്ങളാക്കി തീർത്ത് നിങ്ങൾ എന്റെ സാക്ഷികളാകണമെന്നുള്ള ദൗത്യം നിർവഹിച്ചാണ് യേശു പോകുന്നത്. ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുന്നത്. മനുഷ്യന്റെ സാക്ഷ്യം തൽക്കാലത്തേക്കുള്ള മാറി. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം ദൈവത്തിന്റെ സാക്ഷ്യമായതുകൊണ്ട് നിൽക്കുന്നത്. ഇന്നുവരെയും ക്രിസ്തീയ സഭ നിൽക്കാൻ കാരണം മനുഷ്യന്റെ സാക്ഷ്യം പറഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ അതിനെല്ലാം
മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ സാക്ഷ്യം നിത്യമായതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. തുടച്ചു നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ കർത്താവിന്റെ സാക്ഷികൾ എത്രയോ കർഷകയിലൂടെ ദൈവസഭ കടന്നു പോയിട്ടു. ഇന്നും ആ സാക്ഷ്യം നഷ്ടപ്പെടുത്താതെ നിലനിൽക്കുന്നതിന്റെ പിമ്പിൽ പരിശുദ്ധാത്മാവാൻ ദൈവം പ്രവർത്തിക്കുന്നുണ്ടാകുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം തന്നെ പിതാവ് എന്നെ അയച്ചു എന്നതിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എവിടെയാ പിതാവ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21, 22 വാക്യങ്ങളിൽ, അതുപോലെ മത്തായി സുവിശേഷത്തിലും യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് പിതാവാം ദൈവം സ്വർഗം തുറന്ന് സാക്ഷ്യം പ്രസ്താവിച്ചു. അത് കണ്ടവരാണ് യോഹന്നാൻ സ്നാപകൻ. അവിടെ കൂടിയിരുന്നവരൊക്കെ അത് കണ്ടതാണ്. ആ സാക്ഷ്യം ഇവിടെ പ്രസ്താവിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ആ സാക്ഷ്യം സത്യമാണ്. മറ്റാരെ കുറിച്ചും അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ലൂക്കോസ് സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 21, 22 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 3-ാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങൾ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. 21, 22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അന്ന് വരെ സ്വർഗം തുറന്നിട്ടില്ല. പുതിയ നിയമ ശുശ്രൂഷയോട് ബന്ധത്തിൽ യേശു ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ വേണ്ടി അഭിഷിക്തനാകുവാൻ അവൻ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം തുറന്നത്. ആ തുറന്ന സ്വർഗം ഇന്ന് വരെ അടയപ്പെട്ടിട്ടില്ല. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹ രൂപത്തിൽ പ്രാവർന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇവിടെ പറയാം, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഒരു ശബ്ദം. സ്വർഗം തുറന്നു. സാക്ഷ്യം ജനമെല്ലാം നോക്കി നിൽക്കെ അന്ന് പ്രസ്താവിക്കപ്പെട്ട കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിലുണ്ട്. മറുമലയിൽ വെച്ച് അവര് യേശുവിന്റെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് പിന്നെയും ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം കൂടെ 3 പേർക്ക് കൊണ്ടടിയാൻ ശ്രമം. അതാണ് പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ അവന്റെ ശബ്ദം ദേശങ്ങളിൽ നിന്ന് കേട്ടു എന്ന്. അപ്പോൾ കഥ പറയുക, യേശു കഥ പറയുക, ഇവിടെ പറയുന്നത് പിതാവും താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. പിതാവ് തന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. സാക്ഷ്യം സത്യം. ഈ നമുക്ക് സംശയം തോന്നി, പുതിയ നിയമത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധനാമത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെ പുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? കന്യക ഗർഭിണിയാരും അങ്ങനെ പ്രസവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പുത്രനെ കുറിച്ച് ശരിയായ രീതിയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സങ്കീർത്തനം 2-ാം അധ്യായം അത് വായിച്ചാൽ മതി. 2-ാം അധ്യായം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി ഇവിടെ സങ്കീർത്തനത്തിൽ പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടോ. പുത്രനെ കുറിച്ച് 2-ാം അധ്യായം വായിക്കാം. 2-ാം അധ്യായത്തില് അപ്പൊ ഇങ്ങനെ സംശയം വരും, ഈ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, വ്യക്തമായിട്ട് പുത്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയിച്ചത് വരാം. ദൈവനെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാണുന്നുണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്കുണ്ടാകും. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായത്തില് പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായം ഇതിന്റെ 7-ാം വാക്യം, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിനറ്റങ്ങളെ കൈവശമായും ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, പുരുഷന്റെ പാത്രം പോലെ അവർ ഉടയ്ക്കും. എന്നിട്ട് അതിന്റെ അവസാനം പറഞ്ഞിരിക്കുകയാണ് 12-ാം വാക്യം, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ക്ഷണം പ്രാപിക്കുന്നവർക്ക് ആക്കി വരണം. ഉണ്ടോ? ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സംഗീതത്തിൽ രേഖപ്പെടുത്തി. മറ്റു പ്രവചനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് പുത്രൻ എന്ന് വളരെ വ്യക്തമായി, നീ എന്റെ പുത്രനെ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പുത്രനെ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നത് പറയുകയാണ്. ഈ ദൈവം ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്,
നീ എന്റെ പുത്രൻ. യേശു മശിയെ കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് പുത്രനാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തി. എന്നിട്ട് പറയാ 12 വാക്യം, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുകയും. ദൈവം കോപിച്ചിട്ട് നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോയി, ജീവിത യാത്രയിൽ നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനാകുന്ന വചനത്തെ ചുംബിക്കണം. ആ വചനത്തെ ആലിംഗനം ചെയ്താൽ അതിനെ ഉയർത്തുമെന്നാണ് ദൈവം. സങ്കീർത്തനങ്ങളൊക്കെ വളരെയധികം ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെടുന്നപ്പോൾ പുത്രൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 2-ാം സങ്കീർത്തനത്തിൽ. അപ്പോൾ തിരുവഴുത്തിൽ പുത്രനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത് യേശു ക്രിസ്തുവിന്റെ സ്നാന സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, നീ എന്റെ പ്രിയപുത്രൻ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ പ്രസാദമുണ്ടായി തന്റെ പുത്രനെ അഭിഷേകം ചെയ്ത സമയത്ത് സാക്ഷ്യം പറഞ്ഞതാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം പോലും നാളെ കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇങ്ങനെ നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുകയോ നിങ്ങൾ അവനെ കാണുകയോ അവന്റെ രൂപമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. മനസ്സിലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ സ്നേഹരൂപനായിരിക്കുന്ന ദേഹരൂപത്തിൽ ദൈവമായി വന്നിരിക്കുന്നവനെ അവർ വിശ്വസിച്ചാൽ. നിങ്ങൾ വിശ്വസിക്കുന്നില്ല. സ്നാന സമയത്ത് സ്വർഗം തുറന്ന പ്രാവ് പോലെ ഇറങ്ങി വരുന്നവർക്ക് കണ്ടതാണ്. പക്ഷെ ഈ കണ്ടതൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ അവന്റെ ശബ്ദം പോലെ നാളെ കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ച അവനെ നിങ്ങൾ വിശ്വസിക്കരുത്. ഇപ്പൊ യേശുക്രിസ്തു വിശ്വസിക്കാത്തവർക്ക് സ്വർഗം തുറന്ന് കണ്ടാലും പ്രാവിറങ്ങുന്ന പോലെ ആത്മാവിന് ഇറങ്ങി വന്ന് കണ്ടാലും ഇതൊക്കെ യോഹന്നാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കണ്ടു, ഞാൻ സാക്ഷീകരിച്ചു. ഞാൻ ശബ്ദമുണ്ടായതിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു സാക്ഷികൾ. പക്ഷെ വിശ്വസിക്കാത്തവർക്ക് എന്ത് കണ്ടാലും അതൊന്നും പ്രയോജനപ്പെടത്തില്ല. കർത്താവ് നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾ അവരുടെ രൂപം കണ്ടിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയും. പറയുക, ഈ തിരുവഴുത്ത് മുഴുവൻ എടുത്ത് അവര് വായിച്ചു നോക്കും. എല്ലാ ഞായറാഴ്ചയും വായിക്കും. തിരുവഴുത്തിൽ ഇങ്ങനെ പദ്ധതി വായിക്കും. ചിലര് വേദോസം മുഴുവൻ കാണാതെ പഠിച്ചു വെച്ചത്. പക്ഷെ ഇന്ന് വരെ രക്ഷയോട് സ്ഥാനപ്പെടുകയോ അഭിഷേകമാക്കിയോ മുഴുവനും ഒരക്ഷരം പോലും ഇല്ലാതെ കാണാതെ പഠിച്ചു വെക്കുന്നത്. അത് മുഴുവൻ വേണമെങ്കിൽ കൈയെടുത്ത് എഴുതി പഠിക്കുന്നത്. അതുകൊണ്ടൊന്നും നിത്യജീവൻ കിട്ടത്തില്ല. കഥ പറയാണ്, നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവർ ചിന്തിക്കുകയാണ് നിത്യജീവനുണ്ട്. കഥ പറഞ്ഞു, പക്ഷേ അവ എനിക്ക് സാക്ഷ്യം പറയും. ഈ തിരുവഴുത്ത് മുഴുവൻ മോശയും പ്രവാചകന്മാരും യേശുവിനെ കുറിച്ചാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. നിത്യജീവനെ കുറിച്ചാണ്. നിത്യജീവന്റെ മൊഴികളാണ്. ആ നിത്യജീവന്റെ മൊഴികളുടെ ഒരു ഭാഗം പ്രവാചകന്മാർ കൊടുത്തു. അത് പ്രവാചകന്മാർ എഴുതി വെച്ചു. നിങ്ങളത് കാര്യമായി പുസ്തകമായി കൊണ്ടുനടന്ന് ശോധന ചെയ്യുന്നുണ്ട്. പക്ഷേ കഥ പറയുക, ഞാൻ നിത്യജീവന്റെ ഉറവിടമാണ്, എന്നിൽ നിന്ന് ഒഴുകുന്നത് നിത്യജീവന്റെ മൊഴികളാണ്. അവരോട് പറയുക, പക്ഷേ നിങ്ങൾക്കതൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് പണ്ട് മോശ തന്നിരിക്കുന്ന പുസ്തകം വായിച്ച് അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ തപ്പിപ്പഴുകി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നെ ഞാൻ നേരിൽ വന്ന് സംസാരിച്ചിട്ടു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ അവനെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയത്തില്ല, കാരണം വിശ്വാസമില്ല. നിങ്ങൾ പുസ്തകം വളരെ ശ്രദ്ധയോടെ വായിക്കുന്നവര്. കർത്താവ് പറഞ്ഞതിന്റെ ആ സന്ദർഭത്തോട് ബന്ധപ്പെടാതെ നിങ്ങൾ പുസ്തകം വളരെ കരുതലോടെ പ്രവചനമൊക്കെ വായിച്ചു നോക്കും. പല നിധികളുണ്ട്, അതിനു വേണ്ടിയാണ് ഉണ്ട്. ഒരുപാട് പേര് ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. അതിന്റെ എല്ലാ ഉദ്ദേശം ഒരു മോക്ഷത്തിന് വേണ്ടിയാണ്. പക്ഷെ ഈ പുസ്തകങ്ങളൊന്ന് വായിച്ച് നോക്കി ആരും മോക്ഷം പ്രാപിച്ചിട്ടില്ല. അത് വായിച്ച് അത് അടുക്കൽ വരേണ്ടവന്റെ അടുക്കൽ വന്ന്
മോക്ഷം നൽകുന്നവന്റെ അടുക്കൽ വന്നെങ്കിൽ മാത്രമേ രക്ഷ ഉണ്ടാകത്തുള്ളൂ. അതാണ് കർത്താവിടെ സാക്ഷീകരിച്ചപ്പോൾ നമ്മൾ ബൈബിൾ വായിച്ചാലും പഴയ നിയമത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാലും ലോകത്തിൽ രേഖപ്പെടുത്തിയ ഏത് ഗ്രന്ഥം വായിച്ചാലും അത് ഒരുപക്ഷെ ആത്മീയമാണെന്ന് നാം ചിന്തിച്ച് വായിക്കുന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി നിത്യജീവന്റെ കാര്യങ്ങളിലേക്ക് ആ ദൈവത്തിലേക്ക് മനസ്താപത്തോടെ വന്നെങ്കിൽ മാത്രമേ യേശുവിനെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. അതല്ലെങ്കിൽ അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുന്നു. അപ്പൊ നമ്മൾ വായിച്ച് ഇവർക്കെന്ന് അറിവ് ചീർത്തു. വിചാരിച്ചത് ഞങ്ങൾക്ക് ഈ പ്രവചനങ്ങൾ ഗ്രന്ഥങ്ങളെല്ലാം ഞങ്ങൾ വായിച്ചിങ്ങനെ തലയെ വെച്ചിരിക്കുക, അവരെയൊക്കെ ചീർപ്പിക്കും. അവിടെയത്തോ സ്നേഹമാണ് ആത്മീക വർധന വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ആത്മീക വർധന വരാൻ കാരണം നമുക്കൊന്നും അറിയത്തില്ല. ദൈവത്തിന്റെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ ഒരുപാട് പുസ്തകം വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ? അല്ല, എനിക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും നമ്മൾ ഒരുപാട് പുസ്തകം വായിച്ചു, അങ്ങനെ നല്ല വിശ്വാസം വന്നു. കൃപയാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ ആകർഷിച്ചപ്പോൾ, അവൻ നമ്മളെ ആകർഷിച്ചപ്പോൾ നമുക്ക് ആത്മീയ വർധന വരുവാനിടയാത്ത അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരും. നമുക്ക് കർത്താവിനെ സ്നേഹമുണ്ടായി, ദൈവത്തോട് സ്നേഹമുണ്ടായിരുന്നു, പ്രതിബദ്ധതയുണ്ടായിരുന്നു. അത് മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചൊന്നുമല്ല എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കൃപയാൽ നാം രക്ഷിക്കപ്പെടുവാനിടയാത്തുന്നത് നാം നമ്മേക്കാൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അനേകര് ഈ ലോകത്തിലുണ്ട്. അവര് പല സ്ഥലങ്ങളിലും ജീവിച്ച് ഈ പുസ്തകം വായിക്കുന്നവർ, വിവാഹം പോലും കഴിക്കാതെ അനേകര് ഈ പുസ്തകം വായിക്കുന്നുണ്ട്. ഒന്നും യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ പുസ്തകം വായിച്ച് ജീവൻ നിരൂപണത്തിൽ ഉള്ള അനേകരുണ്ടായിരുന്നു. എന്നുമുണ്ട് അനേകരും. അവർക്ക് ഇന്നുവരെയും ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ സാധിക്കാതെ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവേ ഞങ്ങളൊന്ന് വായിച്ച് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഉൽപ്പത്തി മുതൽ മറ്റുള്ള പ്രവചനങ്ങളൊന്നും അതിന്റെ ആഴങ്ങളോ അർത്ഥങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവ്. എന്നാൽ ഞങ്ങൾക്ക് ചീർത്തു പോകുന്ന അറിവല്ല, സ്നേഹത്തിൽ നിങ്ങളെ സ്നേഹിച്ചതിന്റെ വെളിപ്പെടുത്തി തന്ന ദൈവമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ദൈവം കുറിപ്പിക്കുന്ന രാത്രിയിൽ സ്തോത്രം ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാം അറിവ് നേടിയിട്ടാണോ വിശ്വാസം വന്നത്? വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് എല്ലാം അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാണോ? അല്ല പ്രിയപ്പെട്ടവരെ, ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകാത്ത എത്രയോ ഭാഗമുണ്ട്. പക്ഷെ ഇത് പലരും വായിച്ച് അവിടെ അറിവ് ചേർക്കുമ്പോൾ കൃപയാൽ നമുക്ക് പറയാൻ സാധിക്കണം, ഞങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തത് സ്നേഹമാണ്, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹമാണ്. അറിവ് ചീർക്കുന്നു. നമ്മൾ ഒരിക്കലും തിരുവനം വായിച്ച് മനസ്സിലാക്കി ചീർത്തു പോകരുത് കേട്ടോ. എനിക്കറിയാം, തലക്കനം പിടിക്കരുത്. വിനയപ്പെടണം. കർത്താവെ ഒന്നും അറിയേണ്ട പോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ചിന്തയായിരിക്കണം കൊണ്ടാകുക. എങ്കിൽ മാത്രമേ സ്നേഹം നമ്മളിൽ ആത്മീയ വർധന വരുത്തുവാൻ ഇടയാകുള്ളൂ. അവൻ എങ്കിലും അവ എനിക്ക് സാക്ഷ്യം പറയുന്ന യേശു പറഞ്ഞു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ വായിച്ച് അറിവ് ചേർത്തവരാണ്. ലോകത്തിൽ പേരുള്ള അനേകര് വായിച്ച് പലരും നമ്മൾ സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, ഞങ്ങളുടെ ഇനി ആൾക്കാരൊക്കെ എത്രയോ വർഷങ്ങൾ പഠിച്ചവരാ, അവർക്കിതൊന്നും അറിയത്തില്ലേ, പിന്നെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്. ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൾക്കാരൊക്കെ എത്രയോ വർഷങ്ങൾ ജീവിതം അതിനുവേണ്ടി വിഴിഞ്ഞു വെച്ച് അവര് ഇത് പഠിക്കുകയും ഒക്കെ ചെയ്ത് അവർക്കിത് മനസ്സിലാകാതെ കഴിഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായി? നിങ്ങൾ പറയുന്നതാണോ അവർ പറയുന്നതാണോ സത്യമെന്ന് നമ്മൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ അത് ചോദിക്കും. പലരും അവരുടേതായ ഗ്രന്ഥങ്ങളോട് ബന്ധത്തിൽ അവർ പറയും, ഞങ്ങളൊക്കെ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും കേട്ടിട്ടുള്ളവരാ, പക്ഷെ നിങ്ങൾ പറയുന്നത് എവിടുന്ന് പഠിച്ചത്? ഞങ്ങളെ ആരെ പഠിപ്പിച്ചത്? അവരെക്കാൾ നിങ്ങൾ വലിയ ആൾക്കാരാണോ? അല്ല, നമ്മൾ അവരുമല്ല. വളരെ കർത്താവ് മുഖവന്മാരായിരിക്കുന്ന ആൾക്കാരെ എടുത്തു. ഈ തലക്കനം പിടിച്ചവരെ ആരെയും യേശു എടുത്തില്ല. താഴ്മയുള്ളവരെ, മീൻപിടുത്തക്കാരെ, അവർക്ക് വചനം കേട്ട് അറിവുള്ളവരായിരുന്നു.
ചെറിയ അറിവ് കൊടുക്കും. യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. പക്ഷെ അവർക്കാർക്കും തലയ്ക്കകത്ത് അറിവ് ചീർത്തായിരുന്നില്ല. അവർക്ക് എങ്ങനെയും സത്യത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അവരാണ് കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നത്. രാത്രി കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ അറിവ് ചീർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വാ. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുള്ള ചിന്ത വന്നാൽ ദൈവത്തെ നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ അവര് യേശുവിനെ പിന്നാലെ പുറപ്പെട്ടത്. അവർ ദൈവത്തിനെ കേട്ടപ്പോൾ, യോഹന്നാൻ വിളിച്ചു പറഞ്ഞപ്പോഴൊക്കെ ലോകത്തിന്റെ പാപത്തെ ചുമക്ക് ദൈവത്തെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് അവനെ പിൻപറ്റുവാൻ കഴിയാതെ അറിവ് ചേർക്കാതെ വചനത്തിന് സത്യം കേട്ടുകൊണ്ട് ആ ലോകത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപത്തെ ചുമക്ക് ദൈവത്തെ കുഞ്ഞാടാണെങ്കിൽ അവനെ കാണാമെന്ന് വെച്ചു ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ പിന്നാലെ പോയി കൃപ ലഭിച്ചവരാണ് അവരുടെ ശിഷ്യന്മാരായി തീർന്നത്. അല്ലാതെ അവര് ഇതെല്ലാം പഠിച്ച് തലക്കണം വന്നവരായിരുന്നില്ല. ഇത് രാത്രിയിൽ നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ചു കൊടുക്കാം. പറയാൻ കർത്താവേ, ഞങ്ങളുടെ അറിവുകൾ പരിമിതമാണ്. ഞങ്ങൾക്ക് അറിയേണ്ട പോലെ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവേ, അറിവ് ഞങ്ങളെ ചീർപ്പിക്കരുത്. ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങൾ ആത്മാവിന്റെ ഭക്ഷണം രാത്രി നമുക്ക് സാധിച്ചു. ദൈവന്റെ പഠനവും കേൾവിയും നമ്മുടെ ജീവിതത്തിൽ അത് ചേർത്തു പോകാൻ ഒന്നും അറിയത്തില്ല എന്ന് വീണ്ടും സമ്മതിച്ചുകൊണ്ട് രാത്രി ദൈവത്തിന് സമർപ്പിക്കാം. കഥ പറഞ്ഞു, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിതാവാം ദൈവത്തെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യണം. അത് തികവിലാണ്. അതങ്ങനെ നമുക്കങ്ങനെ പറയാൻ കഴിയത്തില്ല. നമുക്ക് അങ്ങനെ യേശു പറഞ്ഞവർ പറയാൻ കഴിയത്തില്ല. നമുക്ക് പറയാൻ സാധിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിന്നെ പിരിഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണ്. പലപ്പോഴും ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരാണ്. എല്ലാവരും സമ്മതിച്ച് ദൈവം പ്രാർത്ഥിക്കാറ്. പലപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടം ചെയ്യാം. എന്നാൽ ആഗ്രഹത്തോടെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, നിന്റെ ഇഷ്ടം ചെയ്യുക, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാ, അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യാതിരിപ്പാ കൃപ നൽകണമേ. അറിവ് ചേർപ്പിക്കാതെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് വസിച്ച് വരവുകൾ എടുക്കപ്പെടുവാൻ കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തിൽ സമർപ്പിക്കാം. കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാം. കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തുകൊണ്ട് വിനയത്തോടെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അതേ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കുവാൻ തിരുവഴുത്തിനെ ശോധന ചെയ്തവർ നീകർക്കത് കാണാതെ അത് പോയപ്പോൾ കൃപയാൽ നമുക്ക് കർത്താവ് മനസ്സിലാക്കി തന്ന ദൈവസ്നേഹത്തിനായ സ്തോത്രം. ഇന്നും അനേകര്, കോടിക്കണക്കിന് ആൾക്കാർ, ഒരുപാട് പേർ മോക്ഷത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പുസ്തകങ്ങളെ ആശ്രയിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതുവരെയും യേശുവിന്റെ അടുക്കൽ വരുവാൻ മനസ്സിലായി. എന്നാൽ ആ സ്നേഹത്തിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ ഉടക്കിയത് അതിന്റെ രാത്രിയിൽ ക്രിസ്തുവിന്റെ സ്നേഹം, അവന്റെ ശബ്ദം നമ്മളെ ആകർഷിക്കുക. അതെ, അവനെ പിരിഞ്ഞു പോകാതെ ആ സ്നേഹസ്വരത്തിൽ വസിച്ചുകൊണ്ട് അവരുടെ ആളുകളായി ജീവിച്ച് കർത്താവിന്റെ എടുക്കപ്പെടുവാൻ, തെക്കുള്ളവരെ തിരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് വിടാൻ വിടുന്നു.